അസ്സലാമു അലൈക്കും. അപ്പം മക്കളെ, എന്തൊക്കെയുണ്ട് എല്ലാവരും വർത്താനം? അപ്പം നിങ്ങൾ കണ്ടില്ലേ നമ്മൾ മഞ്ഞൾ കല്യാണ വിശേഷങ്ങളൊക്കെ നിങ്ങൾ കണ്ടില്ലേ? അപ്പം എന്താണ് ആരും കമൻ്റൊന്നും ഇടാത്തത്? ചില ആളുകളൊക്കെ കമൻ്റ് ഇടുന്നുണ്ട്, നമ്മളെ നാട്ടുകാരെന്നെ എനിക്കറിയാം. ആ കുഴപ്പമില്ല കേട്ടോ, കമൻറ്റുകളൊന്നും ഇട്ടോളി, അത് നിങ്ങൾക്കുള്ളതാണ്. അപ്പം ഇന്ന് നമ്മൾ കല്യാണം കഴിഞ്ഞ് എല്ലതും കഴിഞ്ഞ് ഇപ്പം സൽക്കാരം ഉണ്ടാവുമല്ലോ. അപ്പം അതാ ഞങ്ങളിങ്ങനെ സൽക്കാരത്തിന് പോവാണ്. ഞങ്ങൾ സൽക്കാരത്തിനല്ല കേട്ടോ, കല്യാണം കഴിഞ്ഞ വീട്ടുകാരൊക്കെ നമ്മൾ സൽക്കാരം ഉണ്ടാവുമല്ലോ, ഒന്നാം സൽക്കാരം എന്ന് പറഞ്ഞ സൽക്കാരം. അത് നമ്മളെ ബാവുക്കാക്കാൻ്റെ പെരെ വെച്ചാണ് കേട്ടോ ഒന്നാം സൽക്കാരം ഉള്ളത്. അപ്പം ഞങ്ങൾ അങ്ങോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തി. ഇന്നലെ ഞങ്ങളിവിടെ വന്നാണ്ട് ഇന്നലെ രാത്രി ഞങ്ങൾ പോകുന്നതാണ് കേട്ടോ. അന്ന് നമുക്കവിടെ കല്യാണം ഉള്ളതുകൊണ്ടേ. അപ്പം ഇത് അധികം ദൂരത്തൊന്നുമല്ല കേട്ടോ, നമ്മളെ വീട്ടിൽ നിന്ന് 2 കിലോമീറ്റർ ഇപ്പുറത്താണ് കേട്ടോ ഞങ്ങളെ ബാവുക്കാക്കാൻ്റെ വീടുള്ളത്. അപ്പോൾ അതാ ഞങ്ങൾ അവിടെ എത്തി. ഞങ്ങൾ കല്യാണം കഴിഞ്ഞാൽ നേരെ പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ ഇങ്ങോട്ട് പോകുന്നു. നമുക്ക് കല്യാണം ഒഴിവാക്കാൻ വയ്യല്ലോ, നമ്മളെ അയൽവക്കത്ത് കല്യാണം ഉണ്ടാകുമ്പോൾ നമുക്കത് ഒഴിവാക്കാൻ വയ്യല്ലോ. അപ്പോൾ അതാ ഇന്നലെ ഞങ്ങൾ സെറ്റാക്കി വെച്ചതാണ് കേട്ടോ പുഡിങ്ങൊക്കെ. 4-5 ഐറ്റം പുഡിങ്, പല ജാതി പുഡിങ്ങുണ്ട്. അപ്പോൾ ഇതൊക്കെ പിന്നെ കാണട്ടെ, നിങ്ങൾക്ക് കഴിക്കുന്ന സമയത്ത് കാണാം. അപ്പം അങ്ങനെ ഇതാ ഇവിടെ ടേബിളും കസാലൊക്കെ നിരത്തി വെച്ചിന് കേട്ടോ. ഇത് ഞങ്ങൾ ഇളയമാൻ്റെ വീട്ടിലാണ് കേട്ടോ. അങ്ങേപ്പുറത്തുണ്ട് ബാവുക്കാക്കാൻ്റെ വീടാണ്. അത് നെറൂത്ത വീട്, മുകളിലത്തെ വീടാണ്. നെറൂത്ത വീടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല അല്ലേ, കാണുന്നവർക്കൊന്നും ചിലപ്പം. അപ്പോൾ മുകളിലത്തെ വീട് ഇളയമാൻ്റെ വീടാണ് കേട്ടോ, ഉമ്മാൻ്റെ അനിയത്തിൻ്റെ വീടാണ്. അപ്പോൾ അവിടെയാണ് കേട്ടോ ഭക്ഷണത്തിലുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി കൊണ്ടുവയ്ക്കണത്, കഴിക്കാനൊക്കെ ഉള്ളത്. അപ്പോൾ അടിയിലെ വീട് ബാവുക്കാക്കാൻ്റെ വീടാണ് കേട്ടോ. അപ്പോൾ അവിടെ ആളുകളൊക്കെ വന്നുമ്പോൾ അവിടെ പിന്നെ ഇരിക്കാനൊന്നും സൗകര്യമില്ല, ഭക്ഷണമൊക്കെ ഒരുക്കാനുള്ള സൗകര്യമില്ല, ബാക്കൊക്കെ അങ്ങോട്ട് പോകണം കേട്ടോ. അപ്പോൾ പിന്നെ ഇവിടെ ആകുമ്പോൾ നല്ല സൗകര്യമാണ്, ലൈറ്റും കാര്യങ്ങളൊക്കെ. രാത്രിയാണ് സൽക്കാരം, ഉച്ചക്കല്ല. പിന്നെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടാകുമ്പോൾ നമുക്ക് പിന്നെ അവിടെ തന്നെ നല്ലതെന്ന് വിചാരിച്ചിട്ട് അവിടെ തന്നെ ആക്കിട്ടോ. അങ്ങനെ പിന്നെ പന്തലും കാര്യങ്ങളൊക്കെ ഒരുങ്ങി, സാധനങ്ങളൊക്കെ എല്ലാം പിന്നെ ഉണ്ടാക്കണമെന്നില്ല, ഒക്കെ ഉണ്ടാക്കി കൊണ്ടുവരാനാണല്ലോ. ഇപ്പം അങ്ങനെയാണല്ലോ, പണ്ടത്തെ മാർക്കൊന്നും ഉണ്ടാക്കണം പരിപാടിയൊന്നും ഇപ്പം ഇല്ല. ജ്യൂസ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുക എന്നല്ലാതെ. അങ്ങനെ വൈകുന്നേരമായിട്ടോ. പിന്നെ ഇതാ ജ്യൂസൊക്കെ ഇവിടെ അടിച്ച് വെച്ചിന്. ഇന്ന് രാത്രിനൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. രാവിലെ പിന്നെ പരിപാടികളൊന്നും ഇല്ല, ഒക്കെ ഫ്രിഡ്ജുള്ളതുകൊണ്ടൊക്കെ റെഡിയാക്കി ഫ്രിഡ്ജൊക്കെ വെച്ചിട്ട് പൈസ നല്ല കട്ടായി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ മിക്സിയിലിട്ടാണ്ട് അടിച്ചാണ്. ഇനി വെള്ളമൊക്കെ പറഞ്ഞൊന്നും ലൂസാക്കി എടുക്കാണ്ട്. അപ്പം നമ്മളെ കസാലക്കൊക്കെ എന്താ പർദ്ദ മഫ്തിയൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുത്തിന്, ഒക്കെ സെറ്റാക്കി അവിടെ വെച്ചിട്ട് കേട്ടോ. അപ്പോൾ വൈകുന്നേരം ഞാൻ പറഞ്ഞില്ലേ ബാവുക്കാക്കാൻ്റെ പെരയിലായിരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കി. ഭക്ഷണം അങ്ങേപ്പുറത്താണെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ കുട്ടികളതൊക്കെ സെറ്റാക്കി കൊണ്ടിരിക്കാൻ കേട്ടോ. ഓരോരുത്തർ ഇടുന്നുണ്ട്, ഓരോരുത്തർ ഉണ്ടോ ചാക്ക, അതിൻ്റെ ചാക്കാണ് കേട്ടോ. നമ്മളെ ഫർദി മഫ്തിയും കൊണ്ട് ചാക്കാണത്. അതിൻ്റെ കസാലക്ക് കുപ്പായിട്ട് എടുക്കാളേ ഫർദി മഫ്തി ഉണ്ടല്ലോ, അതിൻ്റെ ചാക്കാണത്. അപ്പോൾ ആ കുട്ടികൾ ഓരോന്നൊക്കെ ഇങ്ങനെ റെഡിയാക്കാൻ പോകണ്ടില്ല. അവിടെ ഇളയമാൻ്റെ വീടാണ്, ഇളയമാൻ്റെ വീട്ടിൽ അവിടെയും ഒക്കെ സെറ്റാക്കി കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വൈകുന്നേരമായത് തക്കാരക്കാരൊക്കെ വരാനായിട്ടോ. തക്കാരക്കാരൊക്കെ വരാനായപ്പോൾ നമ്മളെ സിനിമകളൊക്കെ കുട്ടികളൊക്കെ ഇങ്ങനെ ഒരുക്കി കൊടുക്കുകയാണ്, എല്ലാം റെഡിയാക്കി. ഇതാ കുട്ടികളൊക്കെ അതിലൊക്കെ ഇങ്ങനെ ഇരിക്കൽ തുടങ്ങിയിട്ടോ, കസാരയിലൊക്കെ അവർക്കൊക്കെ വല്ലാത്ത സന്തോഷം. അപ്പോൾ അകത്ത് വിട്ടിട്ടുണ്ടോ കുറച്ച് കസാരകളൊക്കെ, അകത്ത് സോഫയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് 10-200 ആൾക്കാർ പരിപാടിയൊക്കെയാണ് കേട്ടോ. ഇളയമാൻ്റെ വീട്ടിലാണ് കേട്ടോ ഇപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അതാ ടേബിളും കസാരയൊക്കെ ഭക്ഷണം കഴിക്കാനുള്ളതൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ച്. അപ്പോൾ ചെമ്പും കാര്യങ്ങളൊക്കെ ഇളയമാൻ്റെ വീടിൻ്റെ അടുക്കളയിലട്ടോ. വലിയ അടുക്കള ആയതുകൊണ്ട് പിന്നെ പ്രശ്നമുള്ള കാര്യമില്ലൊക്കെ അവിടെ സെറ്റാക്കി വെച്ചേക്കാണ് കേട്ടോ. അങ്ങനെ പിന്നെ വൈകുന്നേരം ഒരു 8:30, വൈകുന്നേരമല്ല രാത്രി ഒരു 8:30-9 മണിയൊക്കെ ആയപ്പോൾ ആ തക്കാരത്തിലുള്ള ആളുകളൊക്കെ നമ്മളെ വീട്ടിലേക്ക്, ബാവുക്കാക്കാൻ്റെ വീട്ടിലേക്കൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇതാ ഫുഡൊക്കെ കഴിച്ച്, പിന്നെ ഇതാ പുഡിങ്ങൊക്കെ കഴിച്ച്. ഫുഡൊക്കെ ഞാൻ ഇനി കാട്ടിത്തരാം കേട്ടോ, ചെറിയൊരു ഭാഗം ഞാൻ എടുത്തിട്ടുള്ളൂ. അങ്ങനെ തക്കാരക്കാരൊക്കെ വന്ന് അവർക്കൊക്കെ വെള്ളമൊക്കെ കൊടുത്ത് പിന്നെ ഇതാ ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ ഇതാ പുഡിങ്ങൊക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പുഡിങ്ങൊക്കെ ഇവിടെ ഇങ്ങനെ നിരത്തി വെച്ചേക്കാണ്. അപ്പോൾ ഭക്ഷണമൊക്കെ ഫുള്ളായിട്ട് ഞാൻ എടുത്തിട്ടില്ല, ഞാൻ കാട്ടിത്തരട്ടോ, കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ എടുത്തിട്ട് നമ്മളെ ഭക്ഷണം കഴിക്കാനുള്ള ഒരുക്കത്തിലാണ് കേട്ടോ. പിന്നെ തക്കാരക്കാരൊക്കെ പോയി, പിന്നെ നമ്മൾ പെരക്കാരെല്ലാവരും കൂടി കൂടിയിട്ട് ഭക്ഷണം കഴിക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ. ബോട്ട് കണ്ടില്ലേ, സാധനങ്ങളൊക്കെ റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ്, ഭക്ഷണം കഴിക്കാനുള്ള പാത്രങ്ങളും ഒക്കെ റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞു. പിന്നെ ഇതാ എന്തൊക്കെ ഭക്ഷണം കൂടി ഞാൻ കാട്ടിത്തരാം കേട്ടോ. അപ്പോൾ ഇതാ ഭക്ഷണങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ. തക്കാരല്ലേ ഒരുപാട് ഐറ്റംസ് ഉണ്ടാവും, പേരൊന്നും ഇപ്പം എനിക്കെടുത്ത് പറയാനൊന്നും ഇപ്പം എനിക്ക് സമയമില്ല കേട്ടോ. അപ്പോൾ ഇതാ കണ്ടോളൂ, ഇതൊക്കെ തന്നെയാണ് കേട്ടോ ഭക്ഷണം ഉണ്ടായിരുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞത് ആ പാത്രങ്ങളൊക്കെ ഒന്ന് ലെവലാക്കിയൊക്കെ ഒന്ന് മോറി വെക്കട്ടെ എന്നിട്ട് ഇങ്ങനെ ഒരുങ്ങാണ് കേട്ടോ. മീൻ പൊള്ളിച്ചതൊക്കെ കഷ്ണമൊക്കെ പകുതി വായിൽ ബാക്കിയാണ്, തലയൊക്കെ ഉണ്ട്.
അങ്ങനെ പാത്രങ്ങളൊക്കെ ഒരു വിധത്തിലൊക്കെ അങ്ങനെ കഴുകി വെച്ച് പിന്നെ അടുക്കളൊക്കെ ഞങ്ങൾ തോത്തി തൊടിച്ച് എടുക്കുകയാണ് കേട്ടോ. നമ്മളെ ഇളയമാരുടെ വീടാണൊക്കെ തോത്തി തൊടിച്ചെടുത്ത് എല്ലാ സംഗതികളും റെഡിയാക്കിയതാണ്. ഞങ്ങളും ഇറങ്ങുകയാണ് കേട്ടോ, പെരയൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ അതിൻ്റെ പെരക്കാരൊക്കെ പോയിട്ടോ, അതിലങ്ങനെ അനിയത്തിയും കുട്ടികളൊക്കെ ഓളെ ഹസ്ബൻഡിൻ്റെ പോലെ പോയിട്ടോ. അപ്പം എല്ലാവർക്കും നാളെ നേരം വെളുത്തിട്ടുണ്ടെങ്കിൽ അന്ന് ഞായറാഴ്ച അല്ലേ, നാളെ തിങ്കളാഴ്ച ആയതുകൊണ്ട് സ്കൂളും മദ്രസയൊക്കെ ഉള്ളതുകൊണ്ട് ആർക്കും നിൽക്കാനൊന്നും ഒഴിവില്ല. അപ്പം എല്ലാവരും പോയി ടേബിളും കസാരയും ഒക്കെ സെറ്റാക്കി റെഡിയാക്കി ഇനി അവർക്ക് കൊണ്ടുപോകാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം നമ്മൾ ഇസുട്ടിക്ക് ഉറക്കം വരുന്നുണ്ട് കേട്ടോ. സമയം ഒരു 11 മണിയൊക്കെ ആയിട്ട്. അപ്പോൾ അവൾ ഇങ്ങനെ കസാരയിൽ കിടന്നിങ്ങനെ ഉറങ്ങുകയാണ്. അപ്പോൾ ഞാൻ പിന്നെ എടുത്ത് കൊണ്ടുപോയി കാക്കാൻ്റെ വീട്ടിലൊക്കെ കൊണ്ടുപോയി കിടത്തിട്ടോ. ഇനിയിപ്പോൾ എന്താണെന്ന് പറയുക, ഒരു കൊണ്ടുവന്ന പലഹാരങ്ങളും കൂടിയൊക്കെ നടുവൂരി വെച്ചാണ് എല്ലാവർക്കും ഒന്ന് കൊടുത്തേക്കണം. അപ്പം ഞാൻ അതും കൂടി ഒന്ന് ചെയ്യട്ടെ എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ നിൽക്കേണ്ട. കസാരയും ടേബിളും എല്ലാം ഇത് അവിടെ റെഡിയാക്കിയോണ്ട് എല്ലാ സംഗതികളും ഇനിയിപ്പോൾ ഓൽക്കത് കൊണ്ടുപോയാൽ മതി മക്കളെ. പിന്നെ അതിൻ്റെ സൗണ്ടിന് ചെറിയൊരു മാറ്റങ്ങളൊക്കെ ഉണ്ടാവില്ലേ, നിങ്ങൾക്ക് തോന്നണില്ലേ ഞാൻ തന്നെയാണോ എന്നൊക്കെ. പക്ഷേ വർത്താനം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഞാൻ തന്നെയാണ് തോന്നുന്നുണ്ടാവും. പക്ഷേ സൗണ്ടിന് ചെറിയ മാറ്റമുണ്ട്. എന്താ വെച്ചാൽ ജലദോഷം പിടിച്ചിരുന്നു കേട്ടോ. നമ്മളെ വീട്ടിലേക്ക് ഒരു ദിവസം നിൽക്കാൻ പോയി, നമ്മളെ വീട്ടിലവിടെ കുറ്റടിയും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഒരു ദിവസം അവിടെ നിന്ന് പോകുന്ന മുഖമൊക്കെ കഴുകിയപ്പോൾ തന്നെ നമ്മൾ ജലദോഷമൊക്കെ പിടിച്ചിട്ട് ആകെ സീനായിക്കണം കേട്ടോ. അപ്പോൾ പിന്നെ ഞാനിങ്ങനെ എന്താ ഇപ്പോൾ ഈ വീഡിയോസൊക്കെ ഇതിലുണ്ടല്ലോ ഞെടി ചെയ്ത് വിടാമെന്ന് വിചാരിച്ചു. കല്യാണം തക്കാരങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ 2 ആഴ്ചയൊക്കെ കഴിഞ്ഞ്. വീഡിയോ നമ്മൾ ആദ്യം തന്നെ തക്കാരം വിടാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിൻ്റെ കല്യാണം അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. കാണാൻ ഇഷ്ടമുള്ളവർക്ക് കിട്ടോ, ഇഷ്ടമില്ലാത്ത കാര്യം കേട്ടോ ഞാൻ പറയുന്നത്. നമ്മളെ കുട്ടികൾക്കൊക്കെ അങ്ങനെ ബാവുക്കാക്കാൻ്റെ പെരയിൽ നമ്മൾ പലഹാരങ്ങളൊക്കെ അവിടെ ഊരി വെച്ച് പിന്നെ രാത്രി ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നത് പിന്നെ രാവിലെയാണ് ഇട്ടത്. രാവിലെ ഒരു 10-11 മണിയൊക്കെ കഴിക്കണം കേട്ടോ. ബാവട്ടി സ്കൂൾ ട്രിപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം നമ്മൾ അയലോക്കത്തേക്കൊക്കെ കൊടുക്കേണ്ട പലഹാരങ്ങളൊക്കെ സോപ്പും അപ്പോൾ അത് ഞങ്ങൾ ഒരുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരുങ്ങാണ് കേട്ടോ. അപ്പോൾ അത് ആ ബാവട്ടിയിൽ അവിടെ ഇങ്ങനെ ഇതൊക്കെ അവർക്ക് ഇങ്ങനെ ചെരിഞ്ഞാണ്ട് ഇങ്ങനെ എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കീസിലൊക്കെ ആക്കിയിട്ട് ഇങ്ങനെ റെഡിയാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് മക്കളെ നമ്മൾ 1ാം സൽക്കാരത്തിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ ഉൾപ്പെടുത്തിയത്. പുതിയ വീഡിയോയും വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.